തൃശൂർ പൂരം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾ തുടരുന്നതിനിടെ മരുന്ന് പൂജയുമായി തിരുവമ്പാടി ദേവസ്വം കരിമരുന്ന് സാമഗ്രികളുടെ നിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായാണ് പൂജ നടന്നത്. പൂരത്തിന് ഒരു മാസം മുന്നിലുള്ളപ്പോഴും വെടിക്കെട്ടിന് അനുമതി ലഭിച്ചിട്ടില്ലെങ്കിലും തുടർ പ്രവർത്തനങ്ങളുമായി ദേവസ്വം മുന്നോട്ടു പോവുകയാണ്. അതേസമയം വെടിക്കെട്ട് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്താൻ സാധ്യതയില്ലെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെയും തിരുവമ്പാടി ദേവസ്വം വിമർശനം ഉന്നയിച്ചു. നിയമത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തമാണെന്നും തൃശൂർ പൂരത്തിന് ദേശീയ ഉത്സവമെന്ന പരിഗണന നൽകണമെന്നും ദേവസ്വം ജോയിന്റ് സെക്രട്ടറി പി ശശിധരൻ പറഞ്ഞു. വെടിക്കെട്ടിന്റെ പൂജ ഇന്ന് ആരംഭിച്ചു. ആ പൂജ ആരംഭിച്ചിട്ടുള്ള മരുന്ന് നമ്മളൊരു എല്ലാ കൊല്ലവും നമ്മൾ ചെയ്യാറുള്ളതാണ്. ഭഗവാന് സമർപ്പിച്ചിട്ടാണ് നമ്മൾ തൃശ്ശൂർ പൂരത്തിന്റെ പണികൾ തുടങ്ങാറ്. പിന്നെ വെടിക്കെട്ടിന്റെ അനിശ്ചിതം എന്ന് പറയണമെങ്കിൽ ആ ഒരു നമ്മുടെ ഫയർ ലൈനും മാഗസിനും തമ്മിലുള്ള 200 മീറ്റർ ദൂരത്തിന്റെ ഒരു അനിശ്ചിതത്വമാണ്. പക്ഷെ അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ വേലയ്ക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇത് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി, ബഹുമാനപ്പെട്ട കേരള സർക്കാരും MLA ആയാലും മന്ത്രിമാരായാലും തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞ ഒരു ദേശീയോത്സവമാണ്. ഒരു ഭംഗിയും ചോരാതെ ആ പൂരം നിലനിർത്തണം. ഇക്കൊല്ലത്തെ പൂരം വളരെ ഭംഗിയായിട്ട് ഒരു പ്രശ്നമില്ലാണ്ട് അവസാനിക്കും തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നതും